വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീതിയുടെ വചനം എന്ന ആ പരമ്പരയുടെ മറ്റൊരു വിലപ്പെട്ട എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷക ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇയ്യോബിൻ്റെ നീതി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അത് കേട്ട പല പ്രേക്ഷകരും ഇയ്യോബിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് കൂടെ ചെയ്യണം എന്നാവശ്യപ്പെട്ടതനുസരിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു എപ്പിസോഡ് കൂടെ ചെയ്യുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. ഇയ്യോബിൻ്റെ നീതി അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ദൈവനീതി എന്ത് എന്നും മനുഷ്യനീതി എന്ത് എന്നും വളരെ വിശകലനം ചെയ്ത് നാം ചിന്തിക്കുകയുണ്ടായി. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അംഗീകരിച്ചിട്ടുള്ള ചില യോഗ്യതകളുണ്ട്. ഇയ്യോബ് ഒന്നാമത്തെ യോഗ്യത, ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. രണ്ടാമത്തെ യോഗ്യത, ഇയ്യോബ് നേരുള്ളവനായിരുന്നു. മൂന്നാമത്തെ യോഗ്യത, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. നാലാമത്തെ യോഗ്യത, ഇയ്യോബ് ദോഷം വിട്ടകലുന്നവനായിരുന്നു. എന്നാൽ ഈ ഭാഗത്തൊന്നും ദൈവം ഇയ്യോബ് നീതിമാൻ എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ഇയ്യോബ് നീതിമാൻ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇയ്യോബ് സ്വയമേവ നീതിമാൻ എന്ന് സ്വയം പറയുകയുണ്ടായി. ഇയ്യോബ് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ അഥവാ സ്നേഹിതന്മാർ ഇയ്യോബിനെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 27 ഇയ്യോബ് വചനമൊന്നും വായിക്കുന്നില്ല. ഇയ്യോബ് 27:5 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നീതി ഞാൻ മുറുകെ പിടിക്കുന്നു. ഇയ്യോബ് പറയുന്നതാണ് എൻ്റെ നീതി. അപ്പോൾ ഇയ്യോബിൻ്റെ നീതിയാണോ അവിടെ വരുന്നത്? ദൈവനീതിയല്ല. അത് കഴിഞ്ഞതിന് ശേഷം 35, അതായത് ഇയ്യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ഇയ്യോബിൻ്റെ എൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയെ കവിയുന്നതാണ്. ഇത് ന്യായമാണോ എന്ന് സുഹൃത്തുക്കൾ തന്നോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇത് രണ്ടുമാണ് മനുഷ്യനീതിയുടെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അവരവരുടേതായ ലോകത്തിൽ നിന്നുകൊണ്ട് അവരവരുടേതായ വീക്ഷണത്തിൽ എന്താണ് നീതി എന്ന് സ്വയം ജഡ്ജ് ചെയ്യാറുണ്ട്, അഥവാ സ്വയം വിധിക്കാറുണ്ട്. എന്നാൽ മറ്റൊരാളിൻ്റെ ദൃഷ്ടിയിൽ ആ നീതി അനീതിയായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ നീതി ഒന്നും പൂർണ്ണമല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ നീതി പൂർണ്ണമല്ലാത്തത് കൊണ്ട് പൂർണ്ണമായ ഒരു നീതി മനുഷ്യന് ആവശ്യമാണ്. അതിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ചത്. ഈ 2 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുതിയെടുക്കുകയും അതുപോലെ തന്നെ ധ്യാനിക്കുകയും ചെയ്യണം. ഇയ്യോബ് 27:5 35:2 ഈ 2 വാക്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ആത്മാവിൽ വചനമാക്കി നമുക്ക് തന്നിരിക്കുന്നത്.
അവിടെയാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ മേന്മയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എത്ര കൃത്യമായി ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ക്രോഡീകരിച്ച് ഒറ്റ വാക്യമായിട്ട് റോമർ 10:3 പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. ആര് കീഴ്പ്പെട്ടില്ല? അവർ എന്നാണ് അവിടെ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. അവർ കീഴ്പ്പെട്ടില്ല. ആര്? ഇസ്രായേൽ ദൈവനീതി മനസ്സിലാക്കിയിട്ടില്ല. ദൈവനീതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പരമ്പരയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവനീതിക്ക് അവർ കീഴ്പ്പെടാതെ സ്വന്തം നീതി അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുക അത്രേ ചെയ്തത്. ആര്? ഇസ്രായേൽ. അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അതേ ആശയമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബും ഏറ്റെടുക്കുന്നത്. ഇയ്യോബ് എന്താണ് പറഞ്ഞത്? എൻ്റെ നീതി ദൈവനീതിയെ കവിയുന്നതാണ്. ഞാൻ എൻ്റെ നീതി വിടാതെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങൾ ചേർത്താണ് റോമർ 10:3 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വചനമായി നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നത്. എത്രമാത്രം ആത്മവെളിച്ചത്തിലാണ്, ആത്മാവിൻ്റെ നിറവിലാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ എഴുതുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങളാണിത്. റോമാലേഖനം എഴുതുന്നതിന് ഏതാണ്ട് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇയ്യോബ് പറഞ്ഞ ഈ വാക്യങ്ങളുടെ ക്രോഡീകരണം റോമാലേഖനത്തിൽ കാണണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വചനങ്ങൾ ആത്മാവിൻ്റെ പ്രകടനങ്ങളായിരുന്നു, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. ഇന്ന് നമ്മൾ മിക്കവാറും വേദികളിലൊക്കെ കേൾക്കുന്നതെല്ലാം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല തൻ്റെ ലേഖനങ്ങളൊക്കെ താൻ എഴുതി. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രകടനത്തിൽ അത്രേ. പ്രൈസ് ദ ലോർഡ്. ആ ഒരു ആത്മവെളിച്ചത്തിൽ, ആത്മനിറവിൽ മാത്രമേ റോമർ 10:3 രൂപം കൊടുക്കുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് കഴിയുള്ളൂ. അത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവർ ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. ആര്? ഇസ്രായേൽ ജനം. ഇന്നും ഇസ്രായേൽ ജനം ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവനീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നീതിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ദൈവനീതി എന്ന് പറയുന്നത് ഇസ്രായേൽ പറയുന്ന ദൈവനീതി അല്ല. ആ ദൈവനീതിയിൽ അവർ നിൽക്കുന്നത് കൊണ്ടാണ് സ്വന്തം നീതി, അവരുടെ സ്വന്തം നീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇസ്രായേൽ ഗാസ മുഖാന്തരവും അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ശകാരങ്ങൾക്ക് ഇസ്രായേൽ അർഹരായി തീർന്നിരിക്കുന്നത്. അത് നാം ഓർക്കണം. ഇന്നും അവർ സ്വന്തം നീതിയിൽ നിൽക്കുകയാണ്. അവർ പറയുന്നതാണ് ശരി എന്നുള്ളതാണ് അവരുടെ നിഗമനം. യേശു ക്രിസ്തുവിനെ അവർ ഇന്നും അംഗീകരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് കടന്നു വരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു തൻ്റെ സ്വന്തം, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം ചിന്തി നമ്മളെ നീതിമാന്മാരാക്കി. ദൈവത്തിൻ്റെ നീതി എന്താണ് വാസ്തവത്തിൽ?
അത് കാണിച്ചു തന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്താണ് നീതി? തെറ്റ് ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതാണ് നീതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തെറ്റ് ചെയ്യുന്നവർക്ക്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോയി. എന്നാൽ തെറ്റിലകപ്പെട്ടു പോയ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവത്തിന് തൻ്റെ സ്വർഗരാജ്യ സ്ഥാപനം സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനെ ഇതിൽ നിന്നും വീണ്ടെടുക്കണം. അതിനുള്ള ശിക്ഷ എന്താണ്? തെറ്റിനുള്ള ശിക്ഷ എന്താണ്? മരണമാണ്. അത് നമുക്കറിയാം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം കൊടുത്ത്, മരണത്തിൻ്റെ ശിക്ഷ കൊടുത്ത് മനുഷ്യനെ ഇല്ലാതാക്കി കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവമക്കൾ സ്ഥാപിക്കുന്ന, ദൈവമക്കളെ കൊണ്ട് കർത്താവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യമാണ്. ആ രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ആണല്ലോ കർത്താവ് പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. കർത്താവ് അത് പറയുമ്പോൾ അവരുടെ ഇടയിലുള്ളത് ആരാണ്? എന്താണ്? അവരുടെ ഇടയിലുള്ളത് യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു ഉള്ള സ്ഥാനമാണ് സ്വർഗരാജ്യം. അങ്ങനെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ എന്താണ് വേണ്ടത്? മനുഷ്യനെ അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് വീണ്ടെടുക്കണം. ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കണം. അതിനായിട്ട് പാപത്തിൻ്റെ ശിക്ഷ ആരേറ്റെടുത്തു? യേശു ക്രിസ്തു ഏറ്റെടുത്തു. എവിടെ ഏറ്റെടുത്തു? കാൽവറി ക്രൂശിൽ. ആ ശിക്ഷ ദൈവം ഏറ്റെടുക്കുകയത്ര ചെയ്യുന്നത്. എങ്ങനെയാണത് നിർവഹിച്ചത്? നേരത്തെ ചിന്തിച്ചല്ലോ, പാപത്തിൻ്റെ ശിക്ഷ ശമ്പളം മരണമാണ്. ആ മരണം സ്വയം യേശു ക്രിസ്തു തന്നെ, അഥവാ സ്വയം ദൈവം തന്നെ ഏറ്റെടുത്തു. എന്താ കാരണം? മനുഷ്യൻ ആ ശിക്ഷയ്ക്ക് അർഹനായി തീർന്ന് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ ആ ശിക്ഷ, ആ നീതി അവിടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നീതി എന്നാണ് നമ്മൾ പറഞ്ഞത്? തെറ്റ് ചെയ്യുന്നതിൻ്റെ ശിക്ഷ, തക്ക ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആ തക്ക ശിക്ഷ മനുഷ്യന് ലഭിച്ചോ? ഇല്ല. പിന്നെ ആർക്ക് ലഭിച്ചു? യേശു ക്രിസ്തുവിന് ലഭിച്ചു. എവിടെ ലഭിച്ചു? ക്രൂശിൽ വെച്ച് ലഭിച്ചു. അവിടെ വെച്ച് തൻ്റെ രക്തം ചിന്തി തൻ്റെ ജീവൻ കാൽവറിയിൽ അർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ, മനുഷ്യവർഗത്തിൻ്റെ സകലരുടെയും രക്ഷ, സകലരുടെയും നീതീകരണം അവിടെ സാധ്യമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദൈവനീതി പ്രകടിപ്പിച്ചത്. അതായത് ഏക മനുഷ്യൻ്റെ കുറ്റത്താൽ അഥവാ പാപത്താൽ ശിക്ഷാവിധി ലോകത്തിന് വന്നതുപോലെ ഏകന്റെ നീതിയാൽ, ആരാണ് ആ ഏകൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ഏകൻ. ആ ഏകന്റെ നീതിയാൽ നമുക്ക് നമ്മളുടെ മേലും ആ നീതീകരണം വന്നു. അതിനെക്കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ക്രൂശിൽ നടന്നത്? ക്രൂശിൽ നടന്നത് യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മളിലെ പാപം യേശു ഏറ്റെടുത്തു. ഇതാണ് യഥാർത്ഥ നീതീകരണം എന്ന് പറയുന്നത്. ആരുടെ നീതീകരണം? ദൈവത്തിൻ്റെ നീതീകരണം. ഈ ദൈവത്തിൻ്റെ നീതീകരണത്തിനാണ് നാം കീഴ്പ്പെടേണ്ടത്, അല്ലാതെ മനുഷ്യൻ്റെ നീതീകരണത്തിനല്ല. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബ് മനുഷ്യനീതിയിൽ പൂർണ്ണമായി, അതാണ് താൻ പ്രത്യേകം പറയുന്നത്, എൻ്റെ നീതിയിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട്, വിട്ടുകളയാതെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
അതാണ് യോബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ന്യൂനതയായി നമുക്ക് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല, ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം പറയുന്നത്, അതായത് യോബിൻ്റെ നീതി എന്ന് പറയുന്നത് പൂർണ്ണമായ നീതിയല്ല. ഒരു മനുഷ്യൻ്റെയും നീതി പൂർണ്ണമായിട്ടുള്ളതല്ല. ഇനി പിന്നെ യോബിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് തനിക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ 42-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യോബിന് അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോബ് പറയുന്ന ഒരു വചനം ഞാൻ വായിക്കുന്നില്ല, എല്ലാവരും അത് നോക്കണം. 42-ാം അധ്യായത്തിൽ പറയാൻ, ദൈവമേ, നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു. ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. എപ്പോൾ? യോബ് തൻ്റെ അജ്ഞതയിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി എന്ന് യോബ് 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ അജ്ഞതയിൽ, എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നാൽ 42-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ യോബ് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാലിപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തെ സ്വന്തം കണ്ണാൽ കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ എന്താ കാരണം? ദൈവം ആത്മാവാകുന്നു. ആത്മാവിനെ സ്വന്തം കണ്ണാൽ കാണാൻ സാധ്യമല്ല. എന്നാൽ ഒരു വ്യക്തി പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ ആരെ കണ്ടു? പിതാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെയാണ് യോബ് കാണുന്നത്. ആരെ? യേശു ക്രിസ്തുവിനെ കാണുന്നത്. ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു. എന്നാൽ യോബിൻ്റെ കാലത്ത് യേശു ക്രിസ്തു ഉണ്ടോ? ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം അവരാത്മാവിൽ യേശു ക്രിസ്തുവിനെ കണ്ടവരാണ്. അതുപോലെയാണ് യോബിനും സംഭവിച്ചത്. അവൻ ആത്മാവിൽ യേശു ക്രിസ്തുവിനെ കണ്ടു. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആ കൂട്ടത്തിൽ കാണാതെ വിശ്വസിച്ചവരാണ്. പഴയ വിശ്വാസികളെല്ലാം കാണാതെ വിശ്വസിച്ചവരാണ്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 42-ാം അധ്യായത്തിൽ യോബ് യേശു ക്രിസ്തുവിനെയാണ് എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെയാണ് സ്വന്തം കണ്ണാൽ കാണുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഈ യേശുവിൽ കൂടി ഉള്ള രക്ഷ, മാനവരാശിക്ക് ലഭിക്കുന്ന രക്ഷ, മാനവരാശിക്ക് ലഭിക്കുന്ന പാപമോചനം, മാനവരാശിക്ക് ലഭിക്കുന്ന നീതീകരണം, മാനവരാശിക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പ് മുഴുവൻ കാണാനായിട്ട് ആര്? പഴയ പ്രവാചകന്മാർ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെയാ അവർ കണ്ടത്? അവർ ആത്മാവിൽ കാണുകയായിരുന്നു. ആത്മാവിലാണ് അവർ യേശു ക്രിസ്തുവിനെ കാണുന്നത്. അങ്ങനെ ആത്മാവിൽ കാണാതെ വിശ്വസിച്ച പഴയ നിയമ വിശ്വാസികൾ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ, അതും പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ യേശുവിൽ കൂടി ഈ ഭൂമിയിൽ നടക്കുന്ന
രക്ഷാകര പ്രവർത്തനം കാണാനായിട്ട് ആകാംക്ഷയോടെ കുനിഞ്ഞു നോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ കൂടി പുത്രത്വം ലഭിച്ച ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് പുത്രത്വം ലഭിച്ചു. കാൺമീൻ, ഞാൻ ദൈവമക്കൾ എന്ന് പറയുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ദൈവമക്കളാകുവാനുള്ള അധികാരം. ആ അധികാരമാണ് പുതിയ നിയമ വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മാനസിക സമ്മർദ്ദം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളുടെ പദവി വെച്ചുകൊണ്ട് ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാം. തരണേ 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 എന്നല്ല, കർത്താവേ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എൻ്റെ പപ്പ എന്ന്, യേശു പപ്പ എന്ന് വിളിക്കണം. കാരണം യേശു നമ്മുടെ പിതാവാണ്. ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത്? ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. 100% ഉറപ്പാണ്. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നതെന്ന് ഓർക്കണം. കർത്താവിനോട് ചെന്ന് നമ്മുടെ ഏത് ആവശ്യവും നമുക്ക് പറയാം. പണ്ടത്തെ പോലെ, പഴയ വിശ്വാസികൾ ചെയ്ത പോലെ, ദാസന്മാരെ പോലെ കുറേ കയ്യും കെട്ടി നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് തരണേ 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 എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെന്ത് ചെയ്യണം? നമ്മൾ ആ കൃപാസനത്തിലെ അപ്പൻ്റെ അടുത്തേക്ക് മക്കൾ കടന്നു ചെല്ലുന്നത് പോലെ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അങ്ങനെ ഇയ്യോബ് കടന്നു ചെന്നപ്പോഴാണ്, എങ്ങനെ കടന്നു ചെന്നു? കാണാതെ കടന്നു ചെന്നു. ആരുടെ അടുത്തേക്ക്? യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ വീണ്ടും തനിക്ക് കുറ്റബോധമുണ്ടായി. നേരത്തെ താൻ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അംഗീകരിച്ചിട്ടില്ല, യാതൊരു അംഗീകാരവും അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചു? യോബിൻ്റെ അവസ്ഥകളെല്ലാം ഭേദപ്പെട്ടു. തനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു ആര് നൽകി? യേശു ക്രിസ്തു നൽകി. കാരണം എന്താ? യേശു ക്രിസ്തുവിൻ്റെ മുഖം കണ്ടതിന് ശേഷമാണ് യോബിന് തിരിച്ചറിവുണ്ടാകുന്നത്. എന്ത് തിരിച്ചറിവ്? ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ എന്തൊക്കെയോ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എൻ്റെ യേശുവിനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ, യേശു എന്നുള്ള പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും, യേശു എന്നുള്ള പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ കണ്ണാൽ കാണുന്നു എന്ന് പറയണമെങ്കിൽ ആത്മാവിൽ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് പഴയ പ്രവാചകന്മാർക്കൊക്കെ ദർശിച്ചതുപോലെ ദർശിച്ചുകൊണ്ടാണ് താനിത് പറയുന്നത്. നിന്റെ മുഖം ഞാൻ നേരിൽ എൻ്റെ കണ്ണാൽ കാണും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഈ മുഖം നമ്മുടെ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ക്രിസ്തുവാണ്. ഓ ജീസസ്, പ്രൈസ് ദ ലോർഡ്. ആ പരിഹാരം നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം, സന്തുഷ്ടരായി ജീവിക്കാം, സന്തോഷപ്രദമായി ജീവിക്കാം. നമുക്ക് വളരെയധികം ആനന്ദത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ എന്നുമെന്നും സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ജീവിക്കാം. പൗലോസ് അപ്പോസ്തലൻ ചെയ്തതുപോലെ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം
നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആമേൻ. ദൈവവചനം ജീവന്റെ വചനം.